എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ പാർട്ട് 40ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ലെസൺ CH ഹോഫ്മാൻ്റെ ബുക്കിലെ വയലിൻ മെത്തേഡ് പാർട്ട് 1ലെ 44, 45 ആൻഡ് 46 ഈ 3 എക്സസൈസാണ്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് കണ്ടുപഠിച്ച് വയലിൻ പഠിക്കാൻ താല്പര്യമുള്ളവർ, എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർ കണ്ട് ഇത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ഈ 44 എക്സസൈസ് ഒന്ന് ശ്രദ്ധിച്ച്. എല്ലാം ഇത് വോൾബോയാണ്. രണ്ടാമത് ഞാൻ ഒന്ന് കാണിക്കാം. എന്താ ഇത് ഈ ആണ് ആദ്യത്തേത്. 1 2. അത് കഴിഞ്ഞ് എഫ് എന്ന് പറയുന്നത് നാച്ചുറൽ എഫ്. അപ്പം അത് ഇവിടെ വായിക്കരുത്, അത് ഇറക്കി വായിക്കാം. അടുത്ത എഫ് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ എഫിനോട് ഷാർപ്പിൻ്റെ സൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ 44th എക്സസൈസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കറക്റ്റായിട്ട്. അത് വായിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇനി നോക്കാം നമുക്ക്. രണ്ട് തവണ അത് വായിക്കണം. അതാണ് അതിൻ്റെ റൂള്. കാരണം നിങ്ങൾ കണ്ടു കാണും, കുത്തുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സസൈസ് വായിക്കാം. 45. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന നോട്ട് നിങ്ങൾ കണ്ടു കാണും. GA കഴിഞ്ഞിട്ട് അത് B ആണ്. അത് ഈ കുഞ്ഞാൻ വരലുകൊണ്ട് വേണം വെക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഒന്നുകൂടെ ഞാൻ കാണിക്കാവുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ നേരം ശകലം കൂടി സ്പീഡാകാം. നമ്മളിപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് 44 ആണ് ഞാൻ വായിച്ചത്. ഇനി 45 കൂടെ ഒന്ന് വായിക്കാൻ നോക്കാം. ഇങ്ങനെ വായിക്കുക, പഠിക്കുക. നമ്മൾ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് 46 ഈവനിങ് സോങ് എന്ന് പറയുന്ന എക്സസൈസാണ് വായിക്കുന്നത്. ഇതിനകത്ത് 2 ബീറ്റിൻ്റെയും 4 ബീറ്റിൻ്റെയും നോട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. വയലിൻ വായിക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലൈനും 3rd ലൈനും ഒരാളും 2nd ആൻഡ് 4th വന്നിട്ട് അടുത്ത ഒരു വയലിനിസ്റ്റും ഒരേ സമയത്തിന് വായിക്കണം.
പിന്നെ ഇതിനകത്ത് നിങ്ങൾ മേളിൽ കണ്ടു കാണും അഡാജിയോ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. WB എന്ന് പറഞ്ഞാൽ ഹോൾ ബോ എന്നാണ്. പിന്നെ ഇതിനകത്ത് നോട്ട് ഇപ്പം ഒന്നാമത്തെ ലൈനിൽ മറ്റൊന്നുമില്ല. രണ്ടാമത്തെ ലൈനിൽ കണ്ടോ ഷാർപ്പുണ്ട് സി. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വരുമ്പം ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്, സി ഫ്ലാറ്റ്. അപ്പം ഇത് രണ്ടും ശ്രദ്ധിച്ചോണം. സി ഫ്ലാറ്റ് എന്ന് പറയുമ്പം നമ്മൾ സി ദാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നാച്ചുറൽ സി ഫ്ലാറ്റ് ആക്കണം, നമ്മൾ ഇച്ചിരി ഇറക്കി വായിക്കണം. സി ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഹാഫ് പോർഷൻ, അതായത് ഹാഫ് നോട്ട് ഡിസ്റ്റൻസ് കൂടെ കയറ്റി വായിക്കണം ഇങ്ങനെ. എന്നാൽ അടുത്ത നോട്ടിലേക്ക് പോവുകയും ചെയ്യരുത്, അതായത് ഡിയിലേക്ക് പോവുകയും ചെയ്യരുത്. ചെയ്താൽ അത് തെറ്റും. അപ്പം നമുക്ക് ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ലൈൻ വളരെ സ്ലോയിൽ ഞാനത് വായിച്ച് കേൾപ്പിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതേ എക്സസൈസിൻ്റെ തന്നെ സെക്കൻഡും ഫോർത്തും ലൈൻ വായിക്കാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അതിനകത്ത് സെക്കൻഡ് ലൈനിൽ സി ഷാർപ്പാണ്, ഫോർത്ത് ലൈനിൽ സി ഫ്ലാറ്റാണ്. അത് ശ്രദ്ധിച്ചോണം, വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടോണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഫിംഗർ സിംഗിൾ ഫിംഗർ ഉപയോഗിക്കേണ്ടതുണ്ട്, ഡബിൾ ഫിംഗർ ഉണ്ട്, തേർഡ് ഫിംഗർ ഉണ്ട്. ഈ 3 ഫിംഗർ ഉപയോഗിക്കേണ്ട സ്ഥലമുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം നമുക്കൊന്ന് നോക്കാം. ആദ്യം ജി ആണ് നോട്ട് വരുന്നത്. ഇതില് ഞാൻ പറഞ്ഞത് ഫിംഗറിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞത്, ഉദാഹരണം നമ്മളിപ്പോൾ ഇ വായിച്ചു, ഇത് ഇ. അത് കഴിഞ്ഞ് നമുക്ക് ബി വായിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ ഈ ഫിംഗർ ഷിഫ്റ്റ് ചെയ്യണ്ട, നേരെ ഈ ഫിംഗർ ബിയിലോട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ വായിക്കുക. അങ്ങനെ വായിച്ച് പഠിക്കണം. അപ്പോൾ ഒരു തവണ കൂടെ നമുക്കൊന്ന് വായിക്കാം ഇത്.
ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ഇത് സ്ലോവിൽ വായിച്ച് പഠിക്കണം. ഈ ഫിംഗർ ഷിഫ്റ്റിങ് ഒരു പാറ്റേൺ ആയിക്കോളും. നിങ്ങൾ ചിലരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് വായിക്കണം. ഇപ്പം ജി വായിച്ചു, എ വായിച്ചു, അത് കഴിഞ്ഞ് നമുക്ക് ജി വായിച്ചിട്ട് പിന്നെ ആ ഫോർത്ത് സ്ട്രിങ്ങിൽ തന്നെ പോകണമെങ്കിൽ ജി ഇങ്ങനെ അങ്ങ് വായിച്ചാൽ മതി, സിംഗിൾ ഫിംഗർ കൊണ്ട്. അതിലൊരു കുഴപ്പമില്ല, അങ്ങനെ വായിച്ചോണം. പിന്നെ ഫ്ലാറ്റും ഷാർപ്പും. ഹാഫ് നോട്ട് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫ്ലാറ്റായി, ഹാഫ് നോട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർപ്പായി ഒരു നോട്ടിൻ്റെ. ഇതിൽ ജി ഷാർപ്പ് വായിക്കണേ മാത്രം വ്യത്യാസമുണ്ട്. ഇത് ജി ഷാർപ്പ്, ഇത് ഡി ഷാർപ്പ്, ഇത് എ ഷാർപ്പ്. ഇവിടെ ഫിംഗർ വെച്ച് വായിച്ചാൽ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് എഫ് ആയി, നാച്ചുറൽ. എഫിനെ ഷാർപ്പാക്കണേ നമ്മൾ ഇങ്ങനെ തന്നെ കൈവച്ചിട്ട് വീണ്ടും വായിക്കണം. ഈ എഫ് ഇങ്ങനെ, അത് കഴിഞ്ഞ് ജി എ, ഈ ചെറു ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അത് ബി ആയി. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ലെസൺ ഞാൻ ഉടൻ തന്നെ ഇടാം. നന്നായിട്ട് പഠിക്കുക. പിന്നെ എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നിങ്ങളെല്ലാം പ്രവർത്തിക്കണം. അങ്ങനെ ആരെയും നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഡി അഡിക്ഷൻ സെൻ്ററിലും മറ്റുമൊക്കെ ആയിട്ട് വിടണം. നമ്മൾ കേരളത്തിലെ യുവാക്കൾ, രാജ്യത്തിൻ്റെ എല്ലാ സ്റ്റേറ്റിലെ യുവാക്കളെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പത്താണ്. അവരില്ലായ്മയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനാണ് അതിൻ്റെ ക്ഷീണം. അതുകൊണ്ട് മദ്യം, മയക്കുമരുന്ന് ഇതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുക. താങ്ക് യു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.